ഒരു ഗ്രാമത്തിലേക്കാണ് അടുത്ത യാത്ര. ഈ ഗ്രാമത്തിന് പ്രത്യേകതയുണ്ട്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുമായും പരുന്തുകൾ സൗഹൃദത്തിലായ ഒരു കഥയാണ് ഈ ഗ്രാമത്തിലുള്ളത്. മലപ്പുറം ചങ്ങരംകുളം കുളഞ്ചേരിയിൽ നിന്നാണ് ഈ കാഴ്ച. ഇവിടുത്തെ ആളുകൾ നൽകുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികൾക്കൊപ്പം കളിച്ചും ഒക്കെയാണ് ഇവിടുത്തെ പരുന്തുകളുടെ ചങ്ങാത്തം. ആ അപൂർവ ചങ്ങാത്തത്തിന്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. സമീർ ബിൻ കരീമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പരുന്തുകൾക്ക് എപ്പോഴും ഒരു വില്ലൻ പരിവേഷമാണ്. കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി കൊണ്ടുപോകുന്ന പരുന്തുകൾ, അങ്ങനെ നീളുന്നു പരുന്തുകളുടെ വില്ലൻ കഥകളൊക്കെ. മനുഷ്യരോട് പരുന്തുകൾ ഒരിക്കലും തന്നെ ഇണങ്ങാറുമില്ല. എന്നാൽ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുമായും സൗഹൃദത്തിലായ 2 പരുന്തുകളുടെ കഥയാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചങ്ങരംകുളം കുളഞ്ചേരി സ്വദേശി സനീഷിന്റെ വീട്ടിലാണ് ഈ പരുന്തുകൾ എന്നും എത്തുന്നത്. ഒപ്പം ഈ പ്രദേശത്തെ കുട്ടികളുമായും നാട്ടുകാരുമായും പരുന്ത് ചങ്ങാത്തത്തിലുമാണ്. നമുക്കൊന്ന് പരുന്തുകളുടെ വിശേഷവും ഇവരുടെ കൗതുകം നിറഞ്ഞ ചങ്ങാത്തത്തിന്റെ കഥയും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഈ കോളഞ്ചേരി എന്ന് പറയുന്ന ഒരു ഗ്രാമം. ഇവിടെ ഒരു 19ഓളം വീടുകളാണ് ഈ ഗ്രാമത്തിലുള്ളത്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളുമായും ഇവിടുത്തെ 2 പരുന്തുകൾ ഭയങ്കര ഒരു സൗഹൃദമാണ് എന്നുള്ളതാണ് ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം. എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിലാണ് ഈ പരുന്തുകളെ നോക്കുന്നത് എന്നുള്ളതും ഏറെ നല്ലൊരു കാര്യമാണ്. എങ്ങനെയാ മോനെ ഈ പരുന്തുകളോട് എത്തുന്നത്? പരുന്ത് പാപ്പന് തെങ്ങ് കയറാൻ പോയപ്പോൾ മരം മുറിക്കാൻ പോയപ്പോൾ വീണ് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ കൊടുന്നിട്ട് വളർത്തിയപ്പോൾ ഇങ്ങനെ ഇതാണ്. അവിടെ മറത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ ചിക്കൻ, മീൻ അങ്ങനെ കൊടുത്തിട്ടതാണ്. പിന്നെ ഇവിടുന്ന് പോയിട്ടില്ല? എങ്ങനെയാണ്? പോയിട്ടില്ല. അത് ഇവിടെ തന്നെ നിൽക്കും. ഞങ്ങൾ വിളിച്ചാൽ വരും. അത് രാവിലെ 5 മണി 6 മണിയാകുമ്പോൾ വന്ന് 2 ആളും കൂടി വന്നിട്ട് നല്ല കരച്ചിലാവും മറത്തുന്നിട്ട് പാപ്പ എണീറ്റിട്ട് കൊടുക്കുക ചെയ്യുക. ഒരു 3 മാസത്തോളമായി. അപ്പം നമ്മളിപ്പോൾ അവിടെ കിടന്ന് ചാവണ്ട എന്നുള്ള നിലയിൽ നമ്മൾ അതിനടുത്ത് കൊടുന്ന് നോക്കി ഉണ്ടാക്കി. ഇപ്പോൾ ഒരു വിട്ടാക്കിയാലും മുമ്പിൽ പോടില്ല. ഈ കുട്ടികളായിട്ട് ഇപ്പോൾ മുമ്പിൽ ഇങ്ങനെ കൂട്ടുകൂടി നടക്കുകയാണ്. അപ്പം മരം മുറിക്കാൻ പോണ ആളാണ്. അപ്പോൾ ചെറിയ കുട്ടിയിൽ കണ്ട അതിനെ ചാവണ്ടല്ലോ വിചാരിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളതിനെ വളർത്ത് പറക്കാനായി വെച്ചെങ്കിൽ പറപ്പിച്ച് വിടും. എന്നാലും പോവില്ല, ഇങ്ങോട്ട് തന്നെ വരും തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ കുട്ടികൾ പഞ്ഞി കഷ്ണം പോലത്തെ ഒരു സാധനമാണ് കൊടുക്കുന്നത്. ഞാൻ അത് എന്തിനാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിച്ചു. അതമ്മ ജീവുള്ളതാണ്, വല്ല ജന്തുക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് നല്ലത്, അതിനെ വളർത്താണ്. അപ്പം ഞാൻ അവനെ ചീത്താറിയും. ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഓരോന്നും കൊടുക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് കൂട്ടാം. എന്താ കൊടുക്കാറ്? രാവിലത്തെ കടി എന്താണെങ്കിലും കൊടുക്കും. കഴിക്കുകയും ചെയ്യും. പേടിയുണ്ട്? പേടി ചെറുതായിട്ട്. ഈ 2 പരുന്തുകളും ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുമായും ഭയങ്കര സൗഹൃദമാണ് എന്നുള്ളതാണ് ഏറെ കൗതുകകരം. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് എല്ലാവരുമായിട്ട് ഭയങ്കര സൗഹൃദമൊക്കെയാണോ? ഇത് നമ്മളുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും രാവിലെ വരും. എന്ത് കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കും. അങ്ങനെ നല്ലൊരു സൗഹൃദമായിട്ട് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന മീനെ കഴിക്കും, അല്ലാണ്ട് അങ്ങനെ നമ്മളെ മീൻ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നില്ല. അത് അങ്ങനെയൊന്നുമില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുക. അല്ലാതെ എടുത്തുകൊണ്ട് പോവുക, കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുക, അങ്ങനെ ഒന്നുമില്ല. അവർ കൊടുത്തു കഴിഞ്ഞാൽ വന്ന് പിടിച്ചുകൊണ്ട് പോകും. ഇവിടുത്തുകാർ ഇവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഈ പരുന്തുകളെ കാണുന്നത്. വീട്ടുകാർക്കൊപ്പം ഈ പരുന്തിനും ഭക്ഷണം നൽകി അങ്ങനെ സ്നേഹിച്ചു പോരുന്നു. ഈ ഗ്രാമത്തിലെത്തുന്ന ഏതൊരാൾക്കും ഇതൊരു കൗതുകവും അപൂർവവുമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ.